അതെൻ്റെ ഉമ്മയുടെ ദുആയാണ്. എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി ഞാൻ പുറത്തോട്ട് പോകുമ്പോൾ ഉമ്മ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യും. ഞാൻ തിരിച്ചെത്തുന്നവരെ ആ ദുആയുടെ ബർക്കത്ത് കൊണ്ടാണ് ഞാൻ തിരിച്ചെത്തുന്നതല്ലേ. നിങ്ങളും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ മൂസാ നബിയുടെ ഉമ്മ മരണപ്പെട്ട സമയം അള്ളാഹു പറഞ്ഞിരുന്നുണ്ട് ഒരു കാര്യമുണ്ട് ഒരു ഹദീസിൽ കൂടെ. മൂസ, ഇനി നീ നടക്കുന്ന ഓരോ നടത്തവും സൂക്ഷിച്ച് നടന്നുകൊള്ളുക, കാരണം നിൻ്റെ ഉമ്മ ഇപ്പോൾ ഈ ലോകത്തില്ല, ആ ദുആ നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നൊരു കാര്യം. ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണല്ലേ. നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദുആ അത്രയും ഇജാബത്തുള്ള ഒരു ദുആ അല്ലേ. ദുആ എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് ചെയ്യും. നമ്മളെല്ലാവരും കാണുമ്പോഴും വസിയത്ത് ചെയ്യും എനിക്കൊണ്ട് ദുആ ചെയ്യണം. പക്ഷെ അവർ ദുആ ചെയ്യുമോ എന്ന് ഉറപ്പ് പോലും ഇല്ല. പക്ഷെ നമ്മൾ പറയും. പക്ഷെ നമ്മൾ പറയാണ്ട് നമുക്ക് ചെയ്യുന്ന ഒരു ദുആ എന്ന് പറയുന്നത് അത് ഉമ്മച്ചിയുടെ ദുആ ആണ്. അവരോട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അവർ നമുക്ക് വേണ്ടി ചെയ്യും അല്ലേ. ഏത് ഉമ്മയാണ് അവരുടെ മക്കൾ മോശാവസ്ഥയിൽ കാണുമെന്ന് ഏതെങ്കിലും ഒരു ഉമ്മ ആഗ്രഹിക്കുമോ? ഇല്ല. എല്ലാ ഉമ്മമാരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഇരിക്കണം, എൻ്റെ മോളൊരു ഉയർന്ന സ്ഥാനത്തിലെത്തണം, മറ്റുള്ളവർ കാണുമ്പോൾ നല്ലൊരു ഹയറായ ഒരു ജീവിതത്തിൽ ഇരിക്കണം എന്നാണ് എല്ലാ ഉമ്മമാരും ആഗ്രഹിക്കുക. സോ അങ്ങനെ തന്നെയാണ് നമ്മുടെ ഉമ്മമാരൊക്കെ എന്ന് പറയുന്നത്. സോ ആ ഉമ്മമാരെയൊക്കെ അത്രയും കരുതലോടുകൂടി വേണം നമ്മൾ ചേർത്ത് പിടിക്കാൻ. ഒന്ന് ഹഗ് ചെയ്തിട്ട് വേണം പുറത്തോട്ട് പോകുമ്പോഴെങ്കിൽ അറ്റ്ലീസ്റ്റ് പോകാൻ. ആ വിളി ചിലപ്പോൾ ദേഷ്യമായിട്ടായിരിക്കാം വരാം, ചിലപ്പം കാരണം അവർക്ക് ഉറപ്പുണ്ട് ഞാൻ എൻ്റെ മോഡ് അത് ഞാൻ ദേഷ്യം കാണിച്ചാലും ഫ്രസ്ട്രേഷൻ കാണിച്ചാലും എൻ്റെ മക്കൾ എന്നെ വിട്ട് പോവില്ല. എൻ്റെ ഉദരത്തിൽ നിന്ന് വന്നതാണ്, ഞാൻ അവരെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ദുനിയാവ് എന്ന് പറയുന്നത് എൻ്റെ മക്കളാണ്. ഇനി ആഹിറത്തിലും ആ മക്കളെ കൊണ്ട് സന്തോഷിക്കുന്ന ഉമ്മമാരുടെ കൂട്ടത്തിൽ നമ്മുടെ ഉമ്മമാരെ പെടുത്തിട്ട് അല്ലേ. ചില മക്കൾ കാരണം ചില ഉമ്മമാരുടെ റൂഹുകൾ സന്തോഷിക്കുമെന്ന് പഠിപ്പിച്ചത് നമ്മുടെ പ്രവാചകനാണ്. അതെ, അതിന് കാരണം എന്തെന്ന് പറയട്ടെ, നമ്മുടെ ഉമ്മമാർ ചിലപ്പോൾ എൻ്റെ ഉപ്പ ഇന്നില്ലെന്നോ ദുനിയാവിൽ ഖബറിലാണ്. സോ ഞാൻ എൻ്റെ ഉപ്പാക്ക് വേണ്ടി ഇന്ന് ദുആ ചെയ്യുന്നത് അത് സുജൂദിൽ ഞാൻ അള്ളാഹുവിനോട് കേണപേക്ഷിക്കുമ്പോൾ പടച്ചോൻ എന്തായാലും എനിക്കും എൻ്റെ ഉപ്പാക്കും ഇടയിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കും അല്ലേ. എൻ്റെ ഉപ്പാടെ ദുആ അത് അവിടെ കറക്റ്റായിട്ട് എത്തിക്കും. എനിക്ക് ദുആ ചെയ്യാൻ പറ്റുന്ന പോലെ വേറൊരു പണ്ഡിതനും വന്നിട്ട് ആത്മാർത്ഥമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ഉപ്പ എന്ന് പറയുമ്പോൾ ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് മക്കളിൽ മാത്രമേ വരത്തുള്ളൂ അല്ലേ. അതുപോലെ തന്നെയല്ലേ നമ്മുടെ ഉമ്മ എന്ന് പറയുന്നത്. സോ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ, ഒരു യാത്ര പോകുമ്പോൾ, ഒരു കാര്യമുള്ള കാര്യത്തിനൊക്കെ ഇറങ്ങുമ്പോൾ വല്ലപ്പോഴെങ്കിലും ആ ഉമ്മച്ചി ഒന്ന് ചേർത്ത് പിടിക്കുന്ന കൈകളാവട്ടെ അല്ലേ നമ്മുടേത്. അതുപോലെ തന്നെ നമ്മുടെ ഉമ്മക്ക് വല്ലപ്പോഴെങ്കിലൊക്കെ ഒന്ന് നെറ്റിയിലൊക്കെ ഉമ്മ കൊടുത്തൊക്കെ ശീലിക്കാം. കാരണം അത് അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്നെങ്കിൽ, ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ കാരണം ഉമ്മയുടെ റൂഹ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണയുടെ മാലാഖമാർ നമുക്ക് ചുറ്റുമുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ദുനിയാവിൽ ഇരിക്കുന്ന എല്ലാ ഉമ്മമാരുടെയും ആഫിയത്ത്, ആ ദീർഘായുസ് പടച്ചോൻ അങ്ങേയറ്റം നീട്ടിത്തരട്ടെ എന്ന് ദുആ ചെയ്യുകയും വേണം അല്ലേ. കാരണം ഉമ്മയില്ലാത്ത വീടുകളിൽ ചെന്നാൽ മനസ്സിലാക്കും ആ വീട് എത്ര ശൂന്യമാണ്. ഞാനിപ്പോൾ ഉമ്മച്ചീനെ കുറച്ച് വീഡിയോ ഇട്ട സമയത്ത് കമൻറ്റ് ബോക്സിൽ പലരും വന്ന് പറഞ്ഞു എൻ്റെ ഉമ്മ ഇന്ന് എൻ്റെ